قلبي دوما يغمرني من فيض ضياء. آيات المولى تدفعني نحو العليا، والكون الواسع في صدري أحضنه أرضا وسماء. يا ربي قد نلت. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ മുസമ്മിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 9-ാമത്തെ ആയത്തിലാണ് നമ്മളുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാ ഹുവ ഫത്തഖിദ്ഹു വകീലാ. സ്വദഖല്ലാഹുൽ അലിയ്യുൽ അളീം. ഉദയസ്ഥാനത്തിൻ്റെയും അസ്തമയസ്ഥാനത്തിൻ്റെയും റബ്ബാണവൻ, അവനല്ലാതെ ഒരു ഇലാഹും ഇല്ല. ഫത്തഖിദുഹു വക്കീല, അതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ ബരമേൽപ്പിച്ചു കൊള്ളണം. തവക്കുലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. ശരിയായ തവക്കുൽ കൊണ്ടു നടക്കേണ്ട ആളുകളാണ് നമ്മൾ. ആ വിഷയത്തിൽ നമ്മുടെ മാതൃക ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സയ്യിദുൽ മുതവക്കിലീൻ. തവക്കുൽ ചെയ്യുന്നവരുടെയൊക്കെ ഏറ്റവും വലിയ നേതാവ് ആരാന്ന് ചോദിച്ചാൽ, എല്ലാ കാര്യത്തിലും നേതാവായതുപോലെ ഈ കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് നമ്മുടെ നേതാവ്. എന്തൊക്കെ സംഗതികളാണ്, പ്രയാസപ്പെട്ട സംഗതികളാണ് അവിടുത്തെ ജീവിതത്തിൽ കടന്നുപോയത്, എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി ദഅവത്തിൻ്റെ ആ ഭാരം, ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ഭാരം, അത് ഒക്കെ ഏറ്റെടുത്ത് റബ്ബിലേക്ക് ഏൽപ്പിച്ച് മുന്നോട്ട് പോയി. ആളുകൾ നാനാഭാഗത്തും കല്ലെറിഞ്ഞിട്ടും ആക്ഷേപിച്ചിട്ടും ഭ്രാന്തനാണെന്ന് പറഞ്ഞിട്ടും കവിയാണെന്ന് പറഞ്ഞിട്ടും എങ്ങനെയൊക്കെ കഴിയുന്നു അങ്ങനെയൊക്കെ ആക്ഷേപിച്ചിട്ടും അതൊക്കെ തിരിഞ്ഞു കളഞ്ഞ് കാര്യങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ച്, പിന്നെ മുനാഫിക്കീങ്ങളുടെ കാര്യം വേറൊരു സ്ഥലത്ത്, മുശ്രിക്കീങ്ങളത് വേറൊരു തരത്തിൽ, പല ടൈപ്പിലാണ് അതിക്രമങ്ങൾ ഉണ്ടായിരുന്നത്. ഒരു സൈഡ് മുശ്രിക്കീങ്ങളാണ്, പിന്നെ മദീന ചെന്നപ്പോൾ അവിടെയും സ്വൈരല്ല, അവിടെ പിന്നെ മുനാഫിക്കീങ്ങളും യഹൂദികളുമാണ് അവിടുത്തെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ. മക്കയിൽ നിന്ന് അവർ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള ബദറൊക്കെ സംഭവിക്കുന്നത്, ഉഹദും ബദറൊക്കെ സംഭവിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഏതായാലും ഇതൊക്കെ ഉണ്ടായിട്ടും അള്ളാഹുവിൽ ബരമേൽപ്പിച്ച് മുന്നോട്ട് പോയപ്പോൾ അവസാനം വിജയിച്ചു. വ്യക്തമായ വിജയം ഹബീബിന് കിട്ടി എന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു പേരുണ്ട് എന്നാണ്. തൗറാത്തിൽ നബിയെക്കുറിച്ച് പറഞ്ഞ പേരെന്താണെന്നറിയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതവക്കിൽ എന്നാണ്. മുൻകഴിഞ്ഞ വേദങ്ങളിലൊക്കെ അവിടത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങളുണ്ട്, വരുമെന്ന പ്രവചനങ്ങളുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറഞ്ഞ പേര് മുതവക്കിൽ. സഹീഹുൽ ബുഖാരിയിൽ ഈ വിഷയമുണ്ട്. തൗറാത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണഗണങ്ങളൊന്ന് പറഞ്ഞു തരുമോ എന്ന് അബ്ദുല്ലാഹിബ്ന് അംർ ഇബ്നുൽ ആസ് എന്നവരോട് ചോദിച്ചപ്പോൾ അതാ ഇബ്നു യസാർ എന്നവർക്ക് കിട്ടിയ മറുപടിയാണ്, അതെ ഞാൻ പറഞ്ഞു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് തൗറാത്തിൽ കുറേ സിഫത്തുകളുണ്ട്, പിന്നെ ഖുർആനിൽ പറഞ്ഞ അതേപോലെയുള്ള സിഫത്തുകളുമുണ്ട്. ഇപ്പോൾ സൂറത്തുൽ അഹ്സാബിൽ 45 പറഞ്ഞതുപോലെ, യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ. അപ്പോൾ ഈ ഷാഹിദ്, മുബശ്ശിർ, നദീർ എന്നുള്ള വിശേഷണങ്ങൾ തൗറാത്തിലുമുണ്ട്. പിന്നെ വേറെയും കുറേ വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്ത അബ്ദി വ റസൂലി സമ്മൈതുക്കൽ മുതവക്കിൽ എന്നൊക്കെ തൗറാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഈ അർത്ഥം ഉള്ള രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതായത് മുതവക്കിൽ എന്ന് തൗറാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ തവക്കുലിൻ്റെ ഉടമയായിരുന്നു ഹബീബായ നബി എന്നർത്ഥം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ എന്ന ആ ഒരു വലിയ ദിക്റിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അബൂ സുഫിയാനും സംഘവും എല്ലാവരും കൂടെ നിങ്ങൾക്കെതിരെ സംഘടിച്ച് നിങ്ങളെ തുരത്താൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉഹദ് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്നതിന് ശേഷമാണ് അങ്ങനെ സംഭവം ഉണ്ടാകുന്നത്.
അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ എന്ന് പറയുകയും അള്ളാഹുവിന് പരമേൽപ്പിച്ച കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്തത്. അപ്പോൾ അവർ ജയിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നരകത്തിലിട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞാൽ എന്താ? ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ എന്നാ, എനിക്ക് അല്ലാഹ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ജിബ്രീൽ അലൈഹി സ്വലാം വന്നപ്പോൾ വേണ്ട, നിങ്ങളൊരാവശ്യമില്ല, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞില്ലേ? ജിബ്രീൽ അലൈഹി സ്വലാം വന്ന് പറഞ്ഞില്ല ഞാൻ അള്ളാഹിൻ്റെ അടുത്ത് വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? തീയിൽ കിട്ടപ്പോഴേ ഞാൻ പറഞ്ഞു ഈ മല ഒന്നായിട്ട് ആരും മേലെ കൂടി മറിച്ച് എന്താ നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ അള്ളാഹിൻ്റെ അടുത്ത് നല്ല വരുന്നത്, എനിക്കിപ്പോൾ നിങ്ങളെ കൊള്ള എനിക്കൊരാവശ്യമില്ല, നിങ്ങൾ എനിക്കൊന്നും ചെയ്തു തരണ്ട. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, എൻ്റെ കാര്യങ്ങൾ അള്ളാഹുവിന് ഞാൻ പരമേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് തവക്കുൽ. അപ്പോൾ തവക്കുൽ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും അവിടെ മറ്റൊരു സംശയം വരും. എന്നാൽ പിന്നെ തവക്കുൽ ചെയ്ത് അങ്ങനെ ഇരുന്നാൽ മതി, ഒന്നും പണിയൊന്നും എടുക്കണ്ട, ജോലിക്കൊന്നും പോകണ്ട, ചികിത്സയ്ക്കൊന്നും വേണ്ട, രോഗം വന്നാൽ പഠിച്ചവൻ്റെ തവക്കുലാക്കി ശിഫയ്ക്ക് വേണ്ടി അങ്ങനെ ഇരുന്നാൽ മതിയോ? അത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല. നമ്മൾ സബബുകൾ നമ്മൾ സ്വീകരിക്കണം, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം, കാരണങ്ങൾ നമ്മൾ ചെയ്യണം, അത് ഫലിപ്പിക്കുന്നത് അള്ളാഹുവാണ്. ആ ഒരു വിഷയമാണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ. ഒരു പണിയും ചെയ്യാതെ അങ്ങനെ ഇരിക്കുക, ഒരു പരിശ്രമം നടത്താതിരിക്കുക, അതും തവക്കുൽ ഒരു ബന്ധമില്ല, അതൊരു മടിയാണ്. അത് മടി എന്നതിന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മടിയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന കാരണങ്ങൾ നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പഠിച്ചോണ്ടാണല്ലോ, പഠിച്ചോ കണക്കാക്കിയതിൽ എനിക്ക് കുട്ടികളൊന്നും വിചാരിച്ച് കൈയും കെട്ടിയിരിക്കരുത് എന്നർത്ഥം. നിങ്ങൾ ഇറങ്ങണം, നിങ്ങൾ അധ്വാനിക്കണം, നിങ്ങൾ ചികിത്സിക്കണം, എന്നിട്ട് റബ്ബിലേക്ക് തവക്കുൽ ചെയ്തിട്ട് അതിൻ്റെ വിജയത്തിന് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യണം. മുആദ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, മുആദ് നിങ്ങൾക്കറിയോ മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദി വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹി, അടിമകൾ അള്ളാഹുവിനോട് ചെയ്യേണ്ട ബാധ്യതകളും അള്ളാഹു അടിമകളോട് ചെയ്യേണ്ട ബാധ്യതയും എന്താണെന്നറിയോ? മുആദ് തങ്ങൾ പറഞ്ഞു, അള്ളാഹു റസൂലുഹു അലം, എനിക്കറിയില്ല. എന്നായിക്കോട്ടെ ഞാൻ പറഞ്ഞുതരാം. ഫഇന്ന ഹഖ്ഖല്ലാഹി അലൽ ഇബാദി, അടിമകൾ അള്ളാഹുവിനോട് ചെയ്യേണ്ട ബാധ്യത എന്താണെന്നറിയോ? അള്ളാഹുവിനെ ശരിക്കും ആരാധിക്കുക, ഒരു ശിർക്കും ചെയ്യാതെ. നേരെ തിരിച്ചോ, അങ്ങനെ ചെയ്ത ആളുകൾക്ക് അള്ളാഹു തആല ചെയ്തു കൊടുക്കുന്നത് എന്താ? അള്ളാഹുവുമായി ശിർക്ക് ചെയ്യാത്ത ഒരാളെയും പടച്ച റബ്ബ് ശിക്ഷിക്കാതിരിക്കുക. ഇത് കേട്ടപ്പോൾ മുആദ് തങ്ങൾക്ക് വലിയ സന്തോഷമായി. അപ്പോൾ ശിർക്ക് ചെയ്യാത്ത ആരും അള്ളാഹു തആല ശിക്ഷിക്കുക എന്നുള്ളപ്പോൾ വന്നത്. ഞാൻ അത് പറയട്ടെ എന്ന് ചോദിച്ചു എല്ലാവരോടും. അഫല ഉബശ്ശിറു ബിഹിന്നാസ്, ഞാൻ ഇതുകൊണ്ട് ജനങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട. ലാ തുബശ്ശിറുഹും ഫയത്തക്കിലു, അവരോട് പറയണ്ട. ലാ തുബശ്ശിറുഹും ഫയത്തക്കിലു, അവരോട് പറയണ്ട. അവരോട് പറഞ്ഞാൽ പിന്നെ എന്താ? ഓല് പിന്നെ ഒരു പണി എടുക്കൂല, ഓല് പിന്നെ നിൽക്കാറ് നോമ്പും കാര്യങ്ങളൊക്കെ ഒരു മട്ടത്തിൽ തന്നെ അയക്കാറ്. അതങ്ങനെ ഇപ്പോൾ പോണ പോട്ടക്കനെ പോയിക്കോട്ടെ. ഇതാണ് പറഞ്ഞത്. ശിർക്ക് ചെയ്യാത്ത ആൾക്കാരൊന്നും പഠിച്ചോ ശിക്ഷിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെന്താ ഞങ്ങൾ ശിർക്ക് ചെയ്യാതിരുന്നാൽ മതിയല്ലോ എന്നു കരുതി മടിയന്മാരാകും. പിന്നെ അവർ അയിമ നമ്പും, അയിമ പിടിച്ചിരിക്കും. അതുകൊണ്ട് ആളുകളോട് പറയേണ്ട, മനുഷ്യന്മാർ പല കോലത്തിലല്ലേ. അതും സ്വഹാബത്ത് ഉണ്ടായിരുന്ന ആ കാലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയണത്. അവരോടൊക്കെ ഇപ്പോൾ ധൈര്യമായിട്ട് പറയാം, അവരെന്തായാലും ഇബാദത്തുകൾ കൃത്യമായി ചെയ്യുന്ന ആളുകളാണ് അല്ലേ. അപ്പോൾ നമ്മളൊക്കെ അവസ്ഥ. അപ്പോൾ ഇത്തിക്കാൽ ഉണ്ടാവാൻ പാടില്ല, തവക്കുലാണ് വേണ്ടത്, ഇത്തിക്കാൽ ഉണ്ടാകാൻ പാടില്ല. ഇത്തിക്കാൽ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ എന്താണ് പറയുക, എന്തിൻ്റെങ്കിലും ഒരു സംഗതി പിടിച്ചിട്ട് ബാക്കിയൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുക. പഠിച്ചവൻ തവക്കുൽ ചെയ്തിട്ട് അള്ളാഹ് മാറ്റി തരുന്നല്ല പറഞ്ഞത്, അള്ളാഹ് ഷിഫാക്കണം, ഞാൻ ഡോക്ടറത്തും പോകില്ല എന്ന് പറഞ്ഞിരിക്കുക. അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അസ്ബാബുകൾ നമ്മൾ ഒഴിവാക്കണ്ട, നമ്മൾ ആ കാരണങ്ങൾ സബബുകൾ നമ്മൾ ചെയ്യണം, നമ്മൾ ചെയ്യണം, എന്നിട്ട് അള്ളാഹുവിൽ ഏൽപ്പിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇങ്ങനെ കാണാം: അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ദഈഫ്. ശക്തനായ മുഅ്മിനാണ് ബലഹീനനായ മുഅ്മിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം. അങ്ങനെ എല്ലാ കാര്യത്തിലും ശക്തമായ നിലപാടുകളുള്ള, നല്ല ആരോഗ്യമുള്ള, എല്ലാ നിലക്കും ശക്തനായ മുഅ്മിനാണ് അള്ളാഹുവിന് ഇഷ്ടം. അപ്പോൾ നമ്മൾ ആ നിലക്ക് ശ്രമിക്കണം എന്നർത്ഥം. എന്നിട്ട് പറയണം വഫീ കുല്ലിൻ ഖൈർ, എല്ലാവരിലും നന്മയുണ്ട്. മുഅ്മിനായാൽ മതി, അതിൽ തന്നെ എല്ലാവർക്കും നന്മയുണ്ട്. അത് ഖവിയാവട്ടെ ദഈഫാവട്ടെ. പക്ഷേ ഖവിയാകുമ്പോൾ അള്ളാഹ്ക്കൊന്നും ഇഷ്ടമാണ്. എന്നിട്ട് ആ ഹദീസ് ഇങ്ങനെ നീണ്ട് പറയാണ്, നിനക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ, നിനക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ നീ ചെയ്യണം, അള്ളാഹുവിനോട് നീ സഹായങ്ങൾ ആവശ്യപ്പെടണം. എന്തെങ്കിലും സംഗതി നിനക്ക് വന്നാൽ, വൈൻ അസാബക ശൈഉൻ, എന്തെങ്കിലും നിനക്ക് സംഭവിച്ചാൽ, ഫലാ തഖുൽ, അപ്പോൾ നീ പറയരുത് ലൗ അന്നി ഫഅൽതു കാന കഥാ വകഥ, ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു, അങ്ങനെ നീ പറയരുത്. അങ്ങനെ ഉണ്ടാവില്ല നമ്മൾ അല്ലേ, ഞാൻ അപ്പണ പോയിട്ടില്ലെങ്കിൽ അത് ഉണ്ടാവില്ലായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആകുമായിരുന്നു, ഇങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അങ്ങനെ നീ പറയരുത്, ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയാവുമെന്ന് നീ പറയരുത്. വലാകിൻ, പക്ഷേ ഖുൽ, നീ പറയണമെന്ത്, ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, അള്ളാഹു കണക്കാക്കിയത് അള്ളാഹു ഉദ്ദേശിക്കുകയും ചെയ്തു, അങ്ങനെയാണ് പറയേണ്ടത്. നമ്മളിപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ആയത്, അത് അള്ളാഹ് കണക്കാക്കിയതുകൊണ്ടല്ല അങ്ങനെ ആയത്. അപ്പോൾ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല, ഇങ്ങനെയാണ് പറയേണ്ടത്. അള്ളാഹു തആല കണക്കാക്കി അങ്ങനെ സംഭവിച്ചു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ ഫഇന്ന ലൗ എന്നുള്ള ആ അക്ഷരം, ആ പദം,
ആയിരുന്നെങ്കിൽ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ, അങ്ങനെ ആയേനെ എന്ന് പറഞ്ഞത് നമ്മൾ പറയില്ലേ, ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പറയുന്ന ലവ്, ആ ലവ് എന്നത് അത് പിശാചിൻ്റെ പണിക്ക് വാതിൽ തുറക്കുന്ന പദമാണ്. തഫ്തഹു അമല ശൈത്താൻ, അത് പിശാചിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നതാണെന്നർത്ഥം. ആശയം അങ്ങനെയാണ്. അത് പിശാച് നമ്മളെ വായ തുറന്ന് കൊടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഖദറിനെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ തന്നെ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയാവുമായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹിൻ്റെ ഖദർ അവിടെ ഒന്നുമില്ല എന്നല്ലേ? സുബ്ഹാനല്ലാഹ്, മഅദല്ലാഹ്, അള്ളാഹു നമ്മളെ കാക്കട്ടെ, ആമീൻ. അപ്പോൾ തവക്കുല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ മുച്ചൂടും കണ്ടിരുന്ന ഒരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധ്വാനിക്കുകയും ചെയ്യുമായിരുന്നു. വെറുതെ ഇങ്ങനെ ഇരിക്കുകയല്ല, സ്വന്തം അധ്വാനിക്കുകയും ചെയ്യും. പല ഹദിയകൾ കൊണ്ടുവന്ന് കൊടുക്കും ആളുകൾ, അതുകൊണ്ടും ജീവിതമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കഴിയുന്നത് പോലെയൊക്കെ കസ്ബ് ചെയ്യും. ഇപ്പോൾ എന്താണ് പറയുക, ജീവിതത്തിലെ മായിഷത്തിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല ഈ കസ്ബ് എന്ന് പറഞ്ഞത്. യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടില്ല, ഒരുപാട് സംഗതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഇസ്ലാമിക രാഷ്ട്ര സംസ്ഥാപനത്തിന് വേണ്ടി ചെയ്തില്ല. അതൊക്കെ ഇപ്പം അള്ളാഹ് ചെയ്തോളൂ എന്ന് വിചാരിച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുകയാണ് ചെയ്തത്. ഞാൻ ഇപ്പോൾ അള്ളാഹിൻ്റെ പ്രവാചകനാണ്, അഷ്റഫുൽ ഖൽഖാണ്, എല്ലാവരെക്കാളും അഫ്ളലായ ആളാണ്, അതുകൊണ്ട് അള്ളാഹു എന്നെ സഹായിക്കും, ഞാൻ ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞില്ല. ഇറങ്ങി പിന്നെ പല്ല് വരെ പൊട്ടി, നമുക്കൊക്കെ അറിയാല വിഷയം അല്ലേ, ഏറ് കൊണ്ടിട്ട് കാലിൽ നിന്ന് രക്തം പൊട്ടി വീണില്ലേ, തിരുക്കാലിൽ നിന്നൊക്കെ. സുബ്ഹാനല്ലാഹ്, അതൊക്കെ നമുക്ക് അറിയുന്ന വിഷയങ്ങളാണ്. അപ്പോൾ ഇതൊന്നും എന്താണ് പറയുക, സബബുകൾ സ്വീകരിക്കാതെ, ഓരോന്നിനുമുള്ള കാരണങ്ങൾ സ്വീകരിക്കാതെ, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതെ ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നിട്ടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് തവക്കുൽ ചെയ്യണമെന്ന് പറഞ്ഞില്ല. ഒരാൾ വന്നിട്ട് നബിയോട് ചോദിച്ചതാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹ് അഖലുഹാ വ അതവക്കൽ, ഒരു ഒട്ടകത്തെ കൊണ്ടുവന്നിട്ട് ഞാൻ ആ ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് തവക്കുൽ ചെയ്യണോ, ഔ അത്ലിഖുഹാ വ അതവക്കൽ, ഞാനതിനെ കെട്ടിയിടാതെ അതിനെ സ്വതന്ത്രമായി വിട്ടിട്ട് തവക്കുൽ ചെയ്യണോ? എന്തായാലും അള്ളാഹ് നോക്കുമല്ലോ, എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചു. അഖലുഹാ വ അതവക്കൽ ഔ അത്ലിഖുഹാ വ അതവക്കൽ, അഴിച്ചിട്ടിട്ട് തവക്കുലാണോ അതോ കെട്ടിയിട്ടിട്ട് തവക്കുലാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ഇഖ്ൽഹാ വ തവക്കൽ, കെട്ടിയിടോ എന്നിട്ട് തവക്കുൽ ചെയ്യൽ. യമനിലെ ആളുകൾ അവർ ഹജ്ജിന് വരും, അവർ ഭക്ഷണമൊന്നും കൊണ്ടുവരില്ല. ഹജ്ജിന് വരുമ്പോൾ യാത്രയിലെ വലിയ നീണ്ട യാത്രയില്ല, ഭക്ഷണം കരുതണ്ട. പക്ഷേ ഇവർ ഭക്ഷണം കരുതൂല. അവർ പറയും ഞങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കി ഇറങ്ങിയ ആൾക്കാരാണ്, നഹ്നുൽ മുതവക്കിലൂൻ എന്ന് പറഞ്ഞിട്ട് യമനത്തെ ആളുകൾ ഹജ്ജിന് വരും. എന്നിട്ടോ മക്കത്ത് വന്ന ആൾക്കാരോട് ചോദിക്കുകയും ചെയ്യും, ആൾക്കാരുടെ മുമ്പിൽ കൈ നീട്ടും, യാചന നടത്തും. ഈ സംഭവം ഉണ്ടായപ്പോഴാണ് അല്ലാഹു തആല സൂറത്തുൽ ബഖറയിലെ 197-ാമത്തെ ആയത്ത് അവതരിപ്പിച്ചത്, വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ, നിങ്ങൾ ഭക്ഷണമായിട്ട് വരണം, ആളുകളുടെ മുമ്പിൽ കൈ നീട്ടണ്ട, ഏറ്റവും നല്ല പാതയും തഖ്വയാണ്, ആ തഖ്വ നിങ്ങൾ കൊണ്ടു നടക്കുകയും വേണം. ആളുകളുടെ മുമ്പിൽ കൈ നീട്ടുക എന്നുള്ള ഒരു മോശം ഏർപ്പാടല്ലേ, അത് ചെയ്യാൻ പാടില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതേപോലെ ഒരിക്കൽ യമനിലെ ഒരു സംഘം ആളുകളെ കണ്ടപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ യമനിൽ നിന്ന് വരുന്ന ആളുകളാണ്, ഞങ്ങൾ തവക്കുൽ ചെയ്ത ആളുകളാണ്, നഹ്നുൽ മുതവക്കിലൂൻ. അപ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞു, ബൽ അൻതുൽ മുത്തക്കിലൂൻ, നിങ്ങൾ മുത്തവക്കിലൂനാണെന്ന് പറയരുത്, നിങ്ങൾ മുത്തക്കീലൂനെയാണ്, നിങ്ങൾ ഒന്നും ചെയ്യാതെ മടിയന്മാരായി വന്ന ആളുകളാണ് എന്നർത്ഥം. മുത്തവക്കിലും വ്യത്യാസം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. തവക്കുലും ഇത്തിക്കാലും, തവക്കുൽ എന്ന് പറഞ്ഞാൽ ശരിയായ ഭരമേൽപ്പിക്കുക, ഇത്തിക്കാൽ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ കൈ കെട്ടിട്ട് ഇരിക്കുക. എന്നിട്ട് പറഞ്ഞു, ഉമർ തങ്ങൾ പറഞ്ഞു, ഇന്നമൽ മുത്തവക്കിലുല്ലദീ യുൽഖി ഹബ്ബഹു ഫിൽ അർളി വയതവക്കലു അലല്ലാഹ്, ശരിയായ മുത്തവക്കിൽ ആരാന്നറിയോ? ഭൂമിയിൽ വിത്ത് പാകിയിട്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് അതിൻ്റെ ഫലം കാത്തിരിക്കുന്ന ആളാണ്. അല്ലാതെ കയ്യും കെട്ടിരുന്നിട്ട് നാം ഭൂമിയിൽ നിന്ന് വിത്ത് അള്ളാഹു തആല മുളപ്പിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന ആളല്ല. അതേപോലെ തന്നെ ഉമർ തങ്ങൾ മറ്റൊരു സമയത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരും പള്ളിയിൽ ഇങ്ങനെ ഇരിക്കരുത്, അള്ളാഹു യർസുഖുനി, പടച്ചോൻ എനിക്ക് റിസ്ക് തരും എന്ന് പറഞ്ഞിട്ട് അധ്വാനിക്കാതെ മഈശത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കാതെ പള്ളിയിലൊന്നും ഇരിക്കരുത്. നിങ്ങൾക്കറിയാലോ, വഖദ് അലിംതും അന്ന സമാഅ ലാ തുംതിറു ദഹബൻ വലാ ഫിദ്ദതൻ, ആകാശത്തു നിന്ന് സ്വർണ്ണമോ വെള്ളിയോ മഴയായി താഴേക്ക് വരൂല നിങ്ങൾക്കറിയില്ലേ? അതുകൊണ്ട് പള്ളിയിൽ വന്നിട്ട് അള്ളാഹു യർസുഖുനി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കരുത് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതാണല്ലോ അള്ളാഹു നമ്മളോട് പറഞ്ഞത്, ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറു ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാ, നിങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മായിഷത്തിലുള്ള കാര്യങ്ങൾ തേടണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഫൈദാ ഖുദിയത്തിസ് സ്വലാ, നിസ്കാരം കഴിഞ്ഞാൽ ഫന്തശിറു, നിങ്ങൾ വ്യാപിക്കണം, ഫിൽ അർളി, ഭൂമിയിൽ, വബ്തഗൂ മിൻ ഫളില്ലാഹി, അള്ളാഹുവിൻ്റെ ഫളിൽ നിങ്ങൾ തേടുകയും വേണം. സൂറത്തുൽ ജുമഅയിലെ 10-ാമത്തെ ആയത്ത്. ഇൻഷാ അല്ലാഹ് ഇത് സംബന്ധമായി കുറച്ചുകൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.